14 തീയതി. ഈ ദിവസം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അർപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ചിന്തകൾക്ക് വേണ്ടി നാം ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ അധ്യായമാണ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ദയവായി അധ്യായം ശ്രദ്ധ വെച്ച് വായിക്കണം. ദൈവം നൽകുന്ന സമ്പന്നതയും ലോകം നൽകുന്ന സമ്പന്നതയും. ദൈവം നൽകുന്ന സമ്പന്നത കണ്ട മനുഷ്യനാണ് അബ്രഹാം. ദൈവം നൽകിയ സമ്പന്നത സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അനന്തമായ സത്യങ്ങളുടെ ഉറവയാണ് ഈ അധ്യായം എന്ന് ഞാൻ പറയട്ടെ. ലോത്തിനെയും കുടുംബത്തെയും പിടിച്ചുകൊണ്ടുപോയി എന്നൊരു വാർത്ത അബ്രഹാമിൻ്റെ ചെവിയിലെത്തി. 5 രാജാക്കന്മാർ വന്ന് 4 രാജാക്കന്മാർ വന്ന് 5 രാജാക്കന്മാരെ തോൽപ്പിച്ച് അവിടെ താമസിച്ചിരുന്ന ലോത്തിനെയും തൻ്റെ മക്കളെയും തൻ്റെ ആടുമാടുകളെയും സകലത്തെയും കൂട്ടിക്കൊണ്ടുപോയി. ദേശം മുഴുവൻ അവരുടെ കയ്യിലായി. അപ്പോൾ ഈ വർത്തമാനം ഒരാൾ വന്ന് പറഞ്ഞു, അബ്രഹാമേ, നിൻ്റെ സഹോദരപുത്രനും ലോത്തും കുടുംബവും പോയി എന്ന്. അന്നത്തെ കാലത്ത് ആളുകളെ പിടിച്ചുകൊണ്ട് പോയി ഒന്നുകിൽ അവരെ കൊന്നുകളയും അല്ലെങ്കിൽ അടിമകളാക്കും. അത് കേട്ട മാത്രയിൽ തന്നെ അബ്രഹാം തൻ്റെ വീട്ടിൽ ജനിച്ച 318 യോദ്ധാക്കളെയും അതുപോലെ തന്നെ തന്നോടുകൂടെ യുദ്ധത്തിന് പോകുവാനായിട്ട് താൻ ഉടമ്പടി ചെയ്തിരുന്നതായിരിക്കുന്ന ചില ആളുകളുണ്ട്, അവരെയും കൂട്ടിക്കൊണ്ട് ഈ രാജാക്കന്മാർക്കെതിരെ തന്നെ പോയി അവരെ തോൽപ്പിച്ചു. അതുതന്നെ വലിയൊരു അതിശയമാണ്. കാരണം ഒരു മനുഷ്യൻ 318 പേരും കുറച്ച് ആളുകളെയും കൊണ്ട് പോയിട്ട് ഈ 4 രാജാക്കന്മാരെ അല്ലെങ്കിൽ 5 രാജാക്കന്മാരെ തോൽപ്പിച്ച് എല്ലാத்தைയും തിരിച്ചു കൊണ്ടുവന്നു. അവർ കൊണ്ടുപോയ സകലം തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ തിരിച്ച് വിജയാളിയായിട്ട് വരുന്ന സമയത്ത് 2 രാജാക്കന്മാർ അബ്രഹാമിനെ എതിരേറ്റ് ചെന്നു. വിജയാളിയായി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് 2 രാജാക്കന്മാർ. ഒന്ന് ശാലേം രാജാവും ദൈവത്തിൻ്റെ മഹാപുരോഹിതനുമായ മെൽക്കിസദേക്ക്. രണ്ടാമത് സോദോം രാജാവ്. അവിടെയായിരുന്നല്ലോ അബ്രഹാമിൻ്റെ സഹോദരപുത്രനെ ലോത്തും കുടുംബവും താമസിച്ചിരുന്നത്. അപ്പോൾ സോദോം രാജാവ് എഴുന്നേറ്റ് വന്നു. സോദോം രാജാവ് വന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, നീ പിടിച്ചുകൊണ്ട് വന്ന എടുത്തുകൊണ്ട് വന്ന സ്വത്ത് മുഴുവൻ എടുത്തോളാൻ പറഞ്ഞു. മുഴുവൻ സ്വത്തും, സോദോമിൻ്റെ മുഴുവൻ സ്വത്തും നീ എല്ലാം എടുത്തോളാൻ പറഞ്ഞു. ആളുകളെ മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അബ്രഹാമെല്ലാം വന്ന് നോക്കിയപ്പോൾ ഒരുപാട് സ്വത്തുണ്ട്. എനിക്ക് തോന്നുന്നു 10,000 കണക്കിന് ആടുകളും മാടുകളും മറ്റു സ്വത്തും സ്വർണ്ണവും വെള്ളിയും എല്ലാം ഉണ്ട്. അബ്രഹാം അതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, ഞാൻ വാങ്ങയില്ലെന്ന് പറഞ്ഞു. നീ എന്നെ ധനവാനാക്കി എന്ന് നീ പിൽക്കാലത്ത് പറയും, അബ്രഹാമിൻ്റെ സ്വത്തെല്ലാം ഞാൻ കൊടുത്താണെന്ന്. വേണ്ട, ഞാൻ ഒരു 100 പോലും എടുക്കില്ല, ചെറുപ്പിൻ്റെ വാറ് പോലും എടുക്കില്ലെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ എടുക്കില്ലെന്ന് പറഞ്ഞു. അബ്രഹാമിനെ എതിരിട്ട് വന്ന മറ്റേ രാജാവ് മെൽക്കിസദേക്കാണ്, ശാലേം രാജാവായ മെൽക്കിസദേക്കാണ്. അവനെക്കുറിച്ച് പറയുന്നത് അവൻ ദൈവത്തിൻ്റെ മഹാപുരോഹിതനായിരുന്നു. ആ രാജാവ് വന്നത്, അബ്രഹാമിൻ്റെ അടുക്കൽ വന്നത്, ഒരു കയ്യിൽ അപ്പവും മറ്റേ കയ്യിൽ പാനപാത്രവും വീഞ്ഞും കൊണ്ടാണ്. അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത് അബ്രഹാമിന് നൽകി. അബ്രഹാം അത് വാങ്ങി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അബ്രഹാം തനിക്കുള്ള സകല സ്വത്തിലും 0.5 മെൽക്കിസദേക്കിന് കൊടുത്തു. അതൊരു വലിയ സംഭവമാണ് അവിടെ നടക്കുന്നത്. സോദോം രാജാവ് നൽകിയത് നിഷേധിച്ചതായിരിക്കുന്ന അബ്രഹാം ശാലേം രാജാവ് കൊണ്ടുവന്നതായിരിക്കുന്ന ഒരു കഷ്ണം അപ്പവും അല്ലെങ്കിൽ ഒരപ്പവും കുറേ വീഞ്ഞും അത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. എന്തുകൊണ്ടാണ്? ശാലേം രാജാവിൻ്റെ അപ്പവും വീഞ്ഞും അബ്രഹാം വാങ്ങിയത് വിശന്നിട്ടാണോ, ദാഹിച്ചിട്ടാണോ? അതുകൊണ്ടല്ല. ദൈവത്തിൻ്റെ മഹാപുരോഹിതനായിരിക്കുന്ന ശാലേം രാജാവ് അബ്രഹാമിനെ എതിരേറ്റ് വന്നത് അപ്പവും വീഞ്ഞും കൊണ്ടാണെന്ന് പറയുമ്പോൾ അതിന് അർത്ഥം കൊണ്ടുണ്ട്. കാരണം എന്താണ് ദൈവത്തിൻ്റെ മഹാപുരോഹിതൻ്റെ ജോലി? പാപിയായ മനുഷ്യനെ നീതിമാനായ ദൈവവുമായി യോജിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അബ്രഹാമിനെ എതിരേൽക്കാനായിട്ട് വന്നപ്പോൾ അപ്പവും വീഞ്ഞും കൊണ്ട് വന്നത് എന്തിനാണ്? വിശുദ്ധ ബൈബിൾ മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും പ്രാധാന്യം നമുക്കറിയാം. ദൈവം അബ്രഹാമിനോടൊരു കാര്യം പറഞ്ഞിരുന്നു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ സന്തതി ലോകത്തിലെ സകല രാജ്യങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന്. ശാലേം രാജാവ് കൊണ്ടുവന്ന് അപ്പവും വീഞ്ഞും വാങ്ങി 0.5 കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞ ശേഷം ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ സന്തതിയെ അനുഗ്രഹിക്കും, നിൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം പോലെയും കടൽക്കരയിലെ മണൽ പോലെയും ആയിത്തീരുമെന്ന് പറഞ്ഞു. അതേക്കുറിച്ച് പിന്നെ പറയുന്നത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു.
അതവന് നീതിയായി കണക്കിട്ടു എന്നാണ്. അതവന് നീതിയായി കണക്കിട്ടു, വിശ്വാസം നീതിയായി കണക്കിട്ടു. അപ്പോൾ ഈ അബ്രഹാമിനോട് ദൈവം നിൻ്റെ സന്തതി ലോകത്തിലെ സകല ജാതിയിലും അനുഗ്രഹിക്കപ്പെടുമെന്നും നിൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം പോലെയും കടൽക്കരയിലെ മണൽ പോലെയും ആയിത്തീരുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം എങ്ങനെയാണ് വിശ്വസിച്ചത്? അവിടെ സന്തതി എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഗലാത്യ ലേഖനത്തിൽ അതേക്കുറിച്ച് പറയുന്നത് സന്തതി എന്ന് പറഞ്ഞത് കർത്താവിനെക്കുറിച്ചാണെന്ന് പറയുന്നുണ്ട്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്, നിൻ്റെ സന്തതിയായിട്ട് ഒരാൾ വരാൻ പോവുകയാണ്, ആ സന്തതി യേശു ക്രിസ്തു, അവൻ മുഖാന്തരം ലോകത്തിലെ സകല രാജ്യങ്ങളും അനുഗ്രഹിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അബ്രഹാം അത് വിശ്വസിച്ചു. എങ്ങനെ വിശ്വസിച്ചു? എൻ്റെ വിചാരം ഇതാണ്, ഞാനങ്ങനെയാണ് ചിന്തിക്കുന്നത്. മെൽക്കിസദേക്ക് ഉണ്ടെന്ന അപ്പവീഞ്ഞുകൾ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ മഹാപുരോഹിതനായിരിക്കുന്ന മെൽക്കിസദേക്ക് അബ്രഹാമിനോട് സുവിശേഷം പറഞ്ഞു. നിൻ്റെ സന്തതിയായി വരുന്ന മശീഹയുണ്ട്, ആ മശീഹ ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി മരിക്കാൻ പോവുകയാണ്. ഈ അപ്പം അവൻ്റെ ശരീരത്തെയും ഈ വീഞ്ഞ് അവൻ ചൊരിയുന്ന രക്തത്തെയും പ്രതിദാനം ചെയ്യുന്നു. ആ സത്യം മനസ്സിലാക്കിയ അബ്രഹാം അപ്പവും വീഞ്ഞും വാങ്ങി അതിൽ നിന്ന് പങ്കാളിയായി, ദശാംശവും അവന് കൊടുത്തു. അതിനുശേഷം ദൈവം പ്രത്യക്ഷനായി അവനോട് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കുവാൻ അബ്രഹാമിന് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മെൽക്കിസദേക്ക് പറഞ്ഞതായിരിക്കുന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ അബ്രഹാമിന് സത്യം മനസ്സിലാകുകയും അത് വിശ്വസിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായി. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് ഒരു വലിയ സംഭവമാണ്, ചെറിയ സംഭവമല്ല. നമ്മുടെ ജീവിതത്തിൽ തത്തുല്യമായ സംഭവങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് അനുഗ്രഹം തരുമെന്ന് കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശരീരം നമുക്ക് വേണ്ടി തന്നു, തൻ്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഈ സുവിശേഷം കേൾക്കുമ്പോൾ അത് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുമോ? അത് വിശ്വസിച്ച ആളുകൾ ഇന്ന് കർത്താവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അപ്പവും കർത്താവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അതേ വീഞ്ഞും അവരെ ഭക്ഷിച്ച് പാനം ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് അങ്ങനെയാണ് പങ്കാളികളായിത്തീരുന്നത്. അതുകൊണ്ട് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് പറയുന്നത് പോലെ ദൈവത്തിൽ വിശ്വസിച്ച് നീതി പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇതുവരെയും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന കാര്യം നിങ്ങൾ വിശ്വസിക്കുക. അബ്രഹാമിന് മക്കളായിട്ട് നിങ്ങൾക്ക് തീരുവാനിടയാകും. ദൈവം അങ്ങനെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.